സെറ്റല്ലേ? ട്രിപ്പ് ഓണാക്കണല്ലേ? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, നടക്കണ കാര്യം പറയടാ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. എനിക്ക് വയ്യ. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ലോ. இன்னைக்கு கூட போறவங்க புள்ள தாங்க முடியலையே. எங்கடா போறாங்க இவங்கலாம்? எங்கடா போறாங்க? കഷ്ടായി പോയില്ല. പിടിച്ചോ. ഇതിന് ഊട്ടി വരെ തള്ളവരോ? ബിഗ് ബോസ് എന്നെ കൊണ്ടൊക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ എനിക്ക് ഇത്ര എന്താ പറയുന്നത്, പൊന്നോ കൊടുക്കത്താ. പിന്നെ ഇങ്ങനെ എനിക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ എനിക്കിത് പറഞ്ഞു തരാൻ അറിയാൻ വയ്യ. എനിക്കിങ്ങനെ ഇത്ര ഒറ്റപ്പെടാൻ എനിക്ക് വയ്യ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? എനിക്കത് വിശ്വസിക്കണം. എന്റെ കണ്ണി കാണുന്ന പോലെ ഇത് സത്യമാണോ? അപ്പുറത്ത് നിന്നൊരാൾ പറയുമ്പോ അപ്പൊ അതായിരിക്കും ഇതായിരിക്കും. എനിക്ക് ഒന്നും അറിയാൻ വയ്യ. എനിക്ക് മതിയായി. ജാസ്മിൻ, ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതായി എടുക്കണ്ട. ഇതൊരു മത്സരമല്ലേ, എല്ലാവരും ജയിക്കാനാണ് വന്നത്. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. പുറപ്പെട്ടു. പക്ഷെ പോകുന്ന വഴി ഏതെന്ന് അവൻ അറിയില്ല, എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. സിജോ, ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ? എന്റെ പൊന്നളിയാ, കണ്ണിൽ എന്നെ വെച്ച് കാത്തിരിക്കുന്ന അളിയാ. ലാലേട്ടൻ എന്റെ കയ്യിൽ നിന്ന് അമർത്തി ഒരു പിടി പിടിച്ചു. അന്ന് എനിക്ക് കിട്ടിയൊരു എനർജി എന്റെ ലൈഫിൽ അവസാനം വരെ എനിക്ക് അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. കേക്ക് തീപ്പൊരിയല്ല, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കാട്ടുതീവായിട്ടാണ്. എന്ത് പറ്റിയടാ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അത് ഞാൻ കത്തിച്ചിട്ട് ഇവിടുന്ന് ഞാൻ ഇറങ്ങി. കടുപ്പായി പോയി. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിരുന്നോ? നിങ്ങൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെറ്റിനകത്തൊരു സെറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സെറ്റായിട്ടാണോ ഇരുന്നത്? ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെറ്റിനകത്തൊരു സെറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സെറ്റായിട്ടാണോ ഇരുന്നത്? എന്താണ് ഇത്? വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. നിങ്ങൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെറ്റിനകത്തൊരു സെറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സെറ്റായിട്ടാണോ ഇരുന്നത്? അല്ല സെറ്റ് മിസ്സാ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ, ഈ സാധനത്തിന് എന്താ ചെയ്യാൻ? നിങ്ങൾ എങ്ങനെ നിങ്ങൾ അറിയും ഇത് സെറ്റാണോ അതോ നിങ്ങളുടെ സെറ്റിന്റെ സെറ്റാണോ? നിനക്ക് എന്ത് പറ്റി? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാലേ, നിങ്ങൾ അറിയും ഇത് സെറ്റാണോ അതോ നിങ്ങളുടെ സെറ്റിന്റെ സെറ്റാണോ? ആഞ്ജനേയ സ്വാമി. ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മറ്റേ ഡമ്മി ക്യാമറ മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടോ അറിയാണ്ട്? അത് സെറ്റിന്റെ സെറ്റ് അല്ലേ? ഷാജി ഏട്ടാ, ഇവിടെ ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി? എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? സെറ്റിനകത്തുള്ള ഷൂട്ട് നമുക്കറിയാലോ, സെറ്റിന്റെ പുറത്തുനിന്നുള്ള സെറ്റാണെന്ന് മനസ്സിലാവും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ.
ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി കണ്ടപ്പോൾ വ്ലോഗർക്കൊരാഗ്രഹം. സ്വന്തം കാറിലും ഒരു സ്വിമ്മിംഗ് പൂൾ പണിത് നിരത്തിൽ ആറാടണമെന്ന്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ടിപ്പോ എന്താവാൻ? ആഗ്രഹം സഫലീകരിച്ച് നിർവൃതി അടങ്ങും മുമ്പേ പണി കിട്ടി. ലൈസൻസും വാഹന രജിസ്ട്രേഷനും MVD റദ്ദാക്കി. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. 1.5 ആഴ്ച മുമ്പാണ് ലക്ഷങ്ങൾ വില വരുന്ന സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ പണിതത്. എന്റെ കർത്താവേ, എന്നാലും ഇന്ന് എന്നാ പറ്റിയേ? ഒരു ടാർപോളിൻ ഷീറ്റും കെട്ടി വെള്ളം നിറച്ച് നീറാടി വണ്ടിയാകെ അഴിച്ചു പണിതു. സ്വന്തം വണ്ടി. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ബ്ലോഗറുടെ അഹംഭാവം. അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയെന്ന് തന്നെയാണ് നമ്മുടെ നിയമവും പറയുന്നത്. ഹാപ്പിയാണോ? ശരിക്കും ജമ്മിയല്ല. അമ്പലപ്പുഴയിലെ റോഡിലൂടെയായിരുന്നു കാറിലെ കുളി. ഇതിനിടെ ടാർപോളിന് ലീക്കുണ്ടായി. വെള്ളം എഞ്ചിനിലേക്ക് കയറി. എയർ ബാഗ് പൊട്ടി. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർന്നില്ല ആവേശം കണ്ടുണ്ടാക്കിയ അനാവശ്യം. ആ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടാണ് ബ്ലോഗർ സ്ഥലം വിട്ടത്. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. സംഭവം നിയമലംഘനമായി. പൊല്ലാപ്പായി. ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി. Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. അമ്മച്ചി പറഞ്ഞ അതിന്റെ ശരി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വസിച്ചോളൂ. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. ഈ ഹെലനോസ് പാട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ, ഭയങ്കര വിറ്റാണ്. ഒന്നുമില്ല, ഓൻ വെറുതെ പറയാ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അവര് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു 150 രൂപ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. അപ്പൊ ഇവരിൽ ഒരു 5-6 ആൾക്കാർ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യും. കാര്യം ഞങ്ങൾ ആരുടെ നോക്കി പറയും. പിന്നല്ലാതെ. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ 150 രൂപ ആരാണോ അടിച്ചു മാറ്റിയത് അയാള് വല്ല പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കെതിരെ എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അതേപോലെ തന്നെ പോലീസ് വളരെ കഴിവട്ടവരാണെന്ന് എനിക്ക് തോന്നിയത് ഈ പുള്ളിക്കാരി ഇടപെട്ട് സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ നേരെ അവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ്. എന്റെ സമയദോഷം പറഞ്ഞോളൂ. ഈ പണം ഇരട്ടിപ്പുകാർക്ക് ദല്ലാളുമാരായി പ്രവർത്തിച്ച ഈ ഹെലനോസ് പാട്ടയെ പോലുള്ള ആളുകളെ പിടിക്കാറില്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. 2-3 വർഷങ്ങൾക്കിടയിൽ ചെയ്ത എല്ലാ ഇതുപോലുള്ള തട്ടിപ്പിന്റെ വീഡിയോയിലും ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന പേജിലുള്ള വ്യക്തിയുണ്ട്. തട്ടിപ്പാണല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ പുതിയ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചകം ചെയ്യുന്ന ദൃശ്യം കൈരളി ന്യൂസിന്. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ. ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഫൈനൽ ടച്ച് റെഡിയായി. ഇനി ഇതങ്ങ് എടുത്ത് കഴിച്ചാ മതി. ഓക്കെ കാർത്തു. നമസ്കാരം സ്വാമി. അനിൽ എന്ന അമൃതാനന്ദ ഭാരതി ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അതിലെ ചിക്കൻ എങ്ങനെ വെക്കാം. തട്ടിപ്പാണല്ലേ? അനിൽ എന്ന അമൃതാനന്ദ ഭാരതി ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. കലക്കും, ഞാൻ എല്ലാം കലക്കും. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു.
എന്നാൽ തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. സ്വാഭാവികം. ചിക്കൻ കറി എങ്ങനെ വെക്കണം, ചിക്കൻ ഫ്രൈയെ കുറിച്ചിട്ടുള്ള അങ്ങ് ഇട്ടതായിട്ടാണ് മിനിസ്റ്റർ പറയുന്നത്. പോളിക്കെതിരെ പീഡന കേസ്. എറണാകുളം ഒന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. എന്ത് പറ്റിയടാ? ഇനി നീ എങ്ങാനും ഇന്നസെന്റ് ആണോ ഒടുവിലാണോ എന്നൊക്കെ അവൻ അടുത്തറിയുമ്പോൾ മനസ്സിലാവും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നതാണ് ഈ യുവതിയുടെ പരാതി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ്. ഞങ്ങളെ പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും. അത് എത്ര നാളെന്ന് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? The greatest of all time. God. പടം സൂപ്പർ ഹിറ്റ് അല്ലേ? സാറിന്റെ പേരെന്താ? മിസ്റ്റർ കേശവതി കമുകർ. ഞാൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു. പറഞ്ഞാ കൂടി ഒരു ഒട്ടും ഇമ്പ്രസ് ചെയ്യട്ടെ. എനിക്ക് ഒരു മാസം എനിക്ക് ഒരു മാസ് എലവേഷനും ഇല്ല. സ്ക്രിപ്റ്റും വീക്കാണ്. മൊത്തത്തിൽ സത്യം പറഞ്ഞ തൊലിഞ്ഞ പടം. വിജയ് തൂക്കി കാട്ടോ ടോമാഞ്ചേരി പറയാനുള്ളൂ. മോശം അഭിപ്രായം. എന്നടാ പണി വെച്ചിരിക്കീങ്ക. ഇതുപോലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് സ്പൂഫ് പരിപാടി ഒരു തരത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പടം പോക്ക. ആ സംവിധായകനെ ചൂല് കൊണ്ടടിക്കണം. വീട്ടി കൂഷ്മാണ്ടൻ. വെങ്കട് പ്രഭു ചെയ്തോളാം. അണ്ണനെ വെച്ച് തലയെ വെച്ച് നല്ല പടം എടുത്തിട്ട് അണ്ണനെ വെച്ച് തേച്ചോട്ടി. അവന് ഭ്രാന്തായ വെങ്കട്ടിന്. കാരണം ഇതൊരു പടം എന്ന് പറഞ്ഞ് റിവ്യൂ ചോദിക്കരുത്. മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വെങ്കട് പ്രഭു ഇനി തളമതി വെച്ചെടുക്കരുത്. കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ആ ഒരു അവസാന ക്ലൈമാക്സിലോട് എടുക്കുമ്പോൾ ഒരു വർക്ക് ഫാക്ടർ ഒന്നും നമുക്ക് കിട്ടിയില്ല. സാധാ പോലെ കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അയ്യോ സാർ, ഈ കഥ ഞാൻ കേട്ടതാണ്. അയ്യോ നല്ല അസൽ കഥയാണ് സാർ. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ. അതിൽ കുറെ റെഫറൻസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവർ മാനേജ് ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? ജോർജ് കുട്ടി, എന്താ ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. സരസുവിന് ശരിക്കും വിഷമമുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയും. ഒരു കല്യാണ പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജൻ ചെയ്തത്. ഇനി ഇതിന്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യരുത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. അവിടെ
എന്നും ഒരു ആശ്രിതനായി കുത്തേഴ്ത്ത് നിൽക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? മുംബൈയിൽ വെച്ച് 4-5 പ്രാവശ്യം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ. കൂട്ടുകെട്ടുകൾ ക്രിസ്റ്റിയെ വഴിതെറ്റിക്കുകയായിരുന്നു. ഏതോ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള കശപ് ചെയ്യാൻ. ക്രിസ്റ്റിയോട് പകവെട്ടാൻ വന്നതാണവർ. അവസാനം നഷ്ടപ്പെട്ടത് എനിക്കാ. എന്റെ ജെസ്സിയെ. ജെസ്സി നിന്നോടാ പറഞ്ഞത്. സ്ഥിരാണല്ലേ എങ്കിൽ പോയി എടുത്തോണ്ട് വാടാ, വേഗം ആശുപത്രി കൊണ്ടുപോവാ. പക്ഷേ തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. വരാനുള്ളത് വല്ല വിധേയം വഴി തങ്ങുന്നു കരുതി, പക്ഷെ നടന്നില്ല. ഇത്രയും വലിയ വിഷയം നമുക്ക് പ്രതികരിക്കാതെ പോകുന്നത് അല്ലേ? എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും നിങ്ങളുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അമ്മയിൽ ഭാരവാഹി ആകുന്നതൊക്കെ നിഖിലേട്ടൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആരോഗ്യത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മത്സരിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ നിഖില? ഇല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ആരും അറിഞ്ഞില്ല. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്തോന്നു അയ്യന്റെ മോനെ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. എന്നെ കൊണ്ടൊന്നും പറയരുത്. രാധേ രാധേ. നീ കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. എന്താ തമ്പുരാനറിയാ? അയ്യോ, നീ കണ്ടത് കണ്ടു. ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഏതോ തുടർ നാടകമാണ്. പിന്നെ വന്നിട്ട് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. മിശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. ഹായ്, കൊണ്ടുപോടാ അവിടുന്ന്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ. ഹായ്, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വരാനുള്ളത് വല്ല വിധേയം വഴി തങ്ങുന്നു കരുതി, പക്ഷെ നടന്നില്ല. മാർക്കറ്റിൽ എന്ത് പിടിക്കാൻ പോണ്? ഇറച്ചി, മീന്, കക്ക. ഇറച്ചി മീൻ ഇന്നലെ കക്കണ്. കാശ് കൊടുത്ത് മേടിച്ചോടെ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇറച്ചി മീൻ ഇന്നലെ കക്കണ്. കാശ് കൊടുത്ത് മേടിച്ചോടെ? ഈ ഡയലോഗ് അതവന്റെ അല്ല. ഇച്ചിരി ലിക്വിഡ് എടുക്കും. സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്ന് പതപ്പിക്കുമായിരുന്നു. ഇയാൾക്ക് എന്താണ് വയ്യേ? കേരളത്തിന്റെ ഒരു അവസ്ഥയെ മൊത്തത്തിലൊന്ന് പതപ്പിക്കുമായിരുന്നു. എല്ലാ ഫോണുകളും അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു കേട്ടാ. ആള് ബഹും എടുക്കണ. ഞാൻ തെറ്റാണോ? പിന്നെ
ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. ഇങ്ങനെയൊന്നും ചെയ്യില്ല ചേട്ടാ, ഉള്ള കാര്യം പറയും. ഇങ്ങനെ എടുത്തിട്ട് ബാലഗോപാലിനെ പോലെ എണ്ണയെ പറ്റി കുളിപ്പിക്കാനുള്ള ഒരു സാധനമല്ല ഫോണെന്ന് പറഞ്ഞ ഐറ്റം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അങ്ങനെ നൈസായിട്ട് ഫോൺ പതപ്പിച്ചു, എന്നിട്ട് വെള്ളം വെച്ച് തന്നെ തുടച്ചു കളയാം. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഇത് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞു. സോഫ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. അവസാനം വാറണ്ടി പീസൊക്കെയാണ് അവർ കൈ മലത്തും. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഐഫോൺ ആണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഇത് പോക്കോയാണ്, പഴയ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. IP റേറ്റിംഗ് ഒന്നും ഇല്ലാത്ത സാധനത്തിൽ ബാക്കിൽ മറ്റേ വെള്ളം നനവും ബഹളവും ഒക്കെ വരും. അവസാനം വെള്ളമൊക്കെ കയറി പണിയാവും. മൊത്തത്തിൽ സോപ്പ് പത പോയി എന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സെറ്റായി, കാര്യം സെറ്റിലായി. കൊണ്ടുപോകാ നമ്പൂരിനെ ചാറ്റരുതാ ബന്ദർക്ക ബട്ട്. അതുപോലെ തന്നെയാണ് സോപ്പ് വാട്ടർ, സോൾട്ട് വാട്ടറും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളെയൊക്കെ ഇഷ്ടം. ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാം, പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. മോശമായി, വളരെ മോശമായി. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ തിരിച്ച് ചാവും. I request actor director Basil Josephs to please join the dignitaries on stage. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ചിരിക്കരുതേ. പാണ്ടിക്കരിമ്പാറം. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ. Wish you all the best. Thank you, sir. ഇപ്പൊ നിന്റെ മനസ്സിന് കുറച്ച് ആശ്വാസം തോന്നല്ലേ? സന്തോഷമായല്ലോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.